ഹലോ. അപ്പോൾ ഇന്നൊരു മടിയുള്ളൊരു ദിവസമായിരുന്നേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, വീട്ടിലെ പണികളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് കഞ്ഞിക്ക് അരിയിടുകയാണ് കേട്ടോ. അപ്പോൾ അരിയിട്ടിട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ രാവിലെ ചായ കുടിക്കുമെന്ന്, അപ്പോൾ ഒരു പാൽ ചായയും തിളപ്പിച്ചു. പിന്നെ മടിയുള്ളത് കൊണ്ട് തന്നെ പുട്ട് ഞാൻ ആവിപ്പാത്രത്തിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആവിപ്പാത്രത്തിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ രാവിലെ പുട്ടിന് സാമ്പാറാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ സാമ്പാറിന് ഞാൻ തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കും. പിന്നെ കുക്കറിൽ ബാക്കി കഷ്ണങ്ങളെല്ലാം കുറച്ച് സാമ്പാർ പൊടിയും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് അതും വേവിച്ചെടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ സാമ്പാർ താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ച് ഉലുവയും മൂപ്പിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചിട്ട് നമ്മൾ വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കണം. എന്നിട്ട് അത് നന്നായി ഒന്ന് പതിയെ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്തിളക്കി ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിവിടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയിരുന്നു. മീൻ അയലയും ചാളയും കിട്ടിയത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മീൻ വെട്ടുകയാണ്. അപ്പോൾ മീൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് തന്നെ പറയാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ കുളിക്കാൻ പറ്റില്ല. മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൃത്തിയാവുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ അയലയാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ അയല വെട്ടാനായിട്ട് അയലയുടെ സൈഡിലുള്ള മുള്ളുകളും ചിറകളൊക്കെ കളഞ്ഞതിന് ശേഷം കത്തി കൊണ്ട് നല്ലപോലെ ചെതുമ്പലൊക്കെ വടിച്ച് കളയും. അതിന് ശേഷമാണ് പിന്നെ തലയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. തലയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വയറ് ഭാഗം നല്ല നീളത്തിൽ തന്നെ അങ്ങോട്ട് കീറി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലൊക്കെ നല്ലപോലെ കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഞാൻ ചാളയാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ചാളയൊക്കെ നല്ലോണം വെട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കല്ലുപ്പും കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചാള കലത്തിൽ നല്ലപോലെ ഉരച്ചെടുക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, കത്രിക എടുക്കുമ്പോൾ എൻ്റെ കീറി ഒരു വശത്തോട്ട് കൂടും. പിന്നെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ടാണെന്നറിയില്ല, അയിലനെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്രൂരഭാവമാണ് എൻ്റെ മുഖത്ത്. അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു. നമുക്ക് പുറത്തധികം സ്ഥലമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അടുക്കളയിലൊക്കെ കയറണം. അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സിങ്കിൽ തന്നെ നല്ലപോലെ കഴുകിയെടുക്കാം. അങ്ങനെ അയിലയും ചാളയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അയില കറിക്കും പിന്നെ ചാള നമുക്ക് വറക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ അയിലൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അയില നമുക്ക് കറി വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ അയില തേങ്ങ അരച്ചൊന്നുമല്ല കേട്ടോ കറി വെക്കുന്നത്. തേങ്ങ അരച്ചതിനും നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് അയില കറി വെക്കുന്നത്. പിന്നെ ചാള ഞാൻ വറക്കാനായിട്ട് പുരട്ടി വെക്കണം. അപ്പോൾ പിള്ളേർക്ക് എരിവില്ലാതെയാണ് വറക്കാനായിട്ട് പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആണ് പുരട്ടി വെക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവർക്കും എരിവോട് കൂടി തന്നെ ചാളയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചാളയൊക്കെ വറുത്തു അയിലയും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ച വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വസ്ഥമായി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.